ആളുണ്ടോ? ഒരു കൊറിയർ ഉണ്ടായിരുന്നേ, ജമന്തിയുടെ പേരില. ഏട്ടാ അന്നൊരു സാരി ഓർഡർ ചെയ്തില്ലേ, അതാ. സൈൻ ചെയ്യാൻ 1000 അല്ലേ? 1000 സൈൻ ചെയ്ത് കൊടുക്കേ. പേഴ്സ് അവിടെ ഇരിപ്പുണ്ടോ? മേശപ്പുറത്തുണ്ട്. എന്റെ പേര് മതിയാവും. ഇതേ അഡ്രസ് തന്നെ ഈ ക്ലീറ്റസ് മത്തായിയുടെ വീട്. ക്ലീറ്റസ് അവിടെ വിളിക്കാം. കൊടുക്കുണ്ടോ? ആ പൈസ ക്ലീറ്റോ. ക്ലീറ്റോ. വാ വാ. ക്ലീറ്റസ് മത്തായി, ഒരു കൊറിയർ ഉണ്ടായിരുന്നു. ഇത് വന്നാ ഇവിടെ ഒരു സൈൻ ചെയ്യാം. തങ്കം അതാണ്ട ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട്. പൈസ എടുത്തോളൂ. നമ്മൾ ഓർഡർ ചെയ്ത സാധനം തന്നെ ആയിരിക്കുമല്ലേ? അതെ. എത്രയായിരുന്നു? 3000. ആ 50 ഇവിടെ വെച്ചിട്ടുണ്ടല്ലേ. 3050 ഉണ്ട്. 50 രൂപ ചായ പിടിച്ചോ. എന്തുവാ ക്ലീറ്റോ ചേട്ടാ ഓർഡർ ചെയ്തത്? ഒന്നുമില്ല, നിന്റെ കുഞ്ഞമ്മയുടെ പെരവാസ്ത്രി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ സാരി. ഇവിടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ഭാര്യയുണ്ട്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് മേടിക്കാൻ അറിയാം. അല്ല പിന്നെ അതൊക്കെ ആര് ഓർഡർ ചെയ്താലും കൊണ്ടുതരും അവര്. നിങ്ങൾ വിചാരം ഓർഡർ ചെയ്താലേ മാത്രമേ കൊണ്ടുവരുള്ളൂ. നല്ല രസമുണ്ടല്ലോ ഏട്ടാ, നല്ല കളർ. നല്ല കളർ കേട്ടോ, അടിപൊളി കൊള്ളാം, സൂപ്പർ കളർ. നീലം എന്താണ് ഇത് രണ്ടും ഒന്നല്ലേ? ഇത് രണ്ടും ഒരേപോലത്തെ സാരിയാണല്ലോ. ശരിയാണല്ലോ. അതിനകത്ത് നീല കളർ തന്നെ. ഇതുപോലത്തെ നീലാണ് അതിനകത്ത്. നീല ഇത് ഞാൻ ഓർഡർ ചെയ്തത് തന്നെ ചെയ്യുള്ളൂ. അതിന് ഞാനല്ലേ ആദ്യം ഓർഡർ ചെയ്തത്. നീ എത്ര രൂപ എടുത്തു വെച്ചാൽ? 1000 രൂപയ്ക്ക്. 1000. നിനക്കോ? എത്ര രൂപ? 1000 രൂപയാണ് ഇപ്പോൾ കൊടുത്തത്. ഇത് 3000 രൂപ എണ്ണി കൊടുത്തത് കണ്ടില്ല? നീ വേറെ സാരി ഉണ്ടോ അതിനകത്ത്? ഈ ഒരു സാരിയേ ഉള്ളൂ ഇതിന്. അതെന്തോന്നും അങ്ങനെ വന്ന് അതെങ്ങനെ വന്നത്? അതെ ഏട്ടാ, ഇത് ന്യൂ ഇയർ ഓഫർ ആയിരുന്നു. ശരിക്കും ഇതിന്റെ വില 3000 രൂപയാ. പക്ഷെ അന്ന് ഓഫർ ഉണ്ടായിരുന്നു 1000 രൂപയ്ക്ക്. അത് ഓഫർ മാറിയപ്പോ മാറി കാണും ഏട്ടാ. എന്നാ പിന്നെ ഒരെണ്ണം അവ കൂടെ ഓർഡർ ചെയ്തായിരുന്നു നിനക്ക്. അത് പിന്നെ അതെങ്ങനെയാ? എടാ ഇവളോട് ഞാൻ പറഞ്ഞതാടാ എനിക്കും കൂടി ഒരു സാരി ഓർഡർ ചെയ്ത് തരാൻ. അപ്പൊ അവള് പറയണ എന്റെ ഏട്ടന്റെ പൈസ അല്ലേ എപ്പോഴും ചെലവാക്കുന്നത്, ഇതെങ്കിലും ക്ലീറ്റോ ചേട്ടനോട് മേടിച്ചു തരാൻ പറയാൻ. അത് ഏട്ടന്റെ പൈസ പോണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ. എന്റെ അങ്ങനെ പൈസ വേണോ നീയാണോ തീരുമാനിക്കുന്നത്? ഇപ്പൊ ആങ്ങളെയും മക്കളെ കാശൊന്നും പോയില്ലല്ലോ. പോയത് ഈ പാവപ്പെട്ടവന്റെ കാശല്ലേ. കണ്ടവരെന്ന് എരുന്ന് കടം മേടിച്ച പൈസയാണ്. പെണ്ണുങ്ങളായാലേ ഒന്നിലാണുങ്ങൾ പറയണത് കേൾക്കണം. എങ്ങനാ കേട്ട് പോയാൽ അവളുടെ മാനം പോകൂലേ? അഹങ്കാരി. ഞാൻ നല്ലപോലെ പറഞ്ഞളിയാ, ഇവിടെ കടകളിൽ ഇതിനെക്കാളും നല്ല സാരി കിട്ടും വില കുറച്ച്. അപ്പൊ കേൾക്കൂല. പിന്നെ ഒരിടത്ത് ഉടുത്ത സാരി വേറെ ഉടുക്കൂല. ഇഷ്ടംപോലെ സാരി അലമാരിയിൽ ഇരിപ്പുണ്ട്. അത് അവൾക്ക് നാണക്കേടാണ് പോലും. പിന്നെ ഒരു ഹെയർ സ്റ്റൈല് അതിൽ വേറെടുത്ത് പോകൂല. നമ്മളെ ആണുങ്ങളുണ്ടല്ലോ നിൽക്കണ വേഷത്തിൽ ഇനിയിപ്പോൾ 10 കല്യാണോ 16 കല്യാണോ 16 അടിയന്തരം എന്തിനും പോകും. അതിന് കൂടെ കൊണ്ടുപോയവളുമാർക്ക് നാണക്കേടില്ല. പൈസക്ക് വില കൽപ്പിക്കാത്ത നിന്നെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ രാവിലെ എന്റെ 3000 രൂപ എന്റെ മേശപ്പുറത്ത് കൊണ്ട് വെച്ചോളണം. അത് മിഷൻ ചവിട്ടിയിട്ടായിട്ടും നീ എന്ത് ചവിട്ടിയിട്ടായാലും പറഞ്ഞോട്ടോണി അഹങ്കാരി. നമുക്ക് സാരി ഒന്ന് മാറ്റിയെടുത്താലോ? അല്ല ഒരേപോലത്തെ സാരി കൊടുത്തോണ്ട് എങ്ങനെ പോവും? കുഞ്ഞമ്മയുടെ പെരവാസ്തോലിക്ക്. നിനക്ക് അങ്ങനെ ഒരു കുഞ്ഞമ്മയില്ല പുരവാസ്തോലിയില്ല, മനസ്സിലായല്ലോ. രണ്ടെണ്ണം അടങ്ങി ഒതുങ്ങി ഇവിടെ കിടന്നോളാം, അറിയാലോ.